കുഴപ്പമൊന്നുമില്ല, ഫുള്ള് കാണണ്ടാ, പകുതിക്ക് അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. ഇതൊരു എൻഗേജിങ്, എല്ലാവരും വന്നു തുടങ്ങി. അല്ല ഇനി ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. എന്നെ വിട്. മേക്കിംഗ് പിന്നെ പറയണോ, രാജോട്ടൻ്റെ മേക്കിംഗ് അത്ര നല്ല ആവുമല്ലോ, ലൂസിഫർ അതിനേക്കാൾ ബെറ്ററാ. പക്ഷെ പടം എങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പറയാം. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണോ എടാ കാര്യമായിട്ട്? എടാ ഇത് എടാ മലയാളം തന്നെ ഇത് എടാ. ഓ അല്ലല്ല മലയാളം തന്നെ ഉള്ളൂ. പക്ഷേ dude, there is a lot of things that you could actually think about. And poli heavy jolly jill പോയി കയറി കാണും. ഞാൻ ഇതെല്ലാം കൂടെ ഊരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം സത്യമായിട്ട്. ഇത് മലയാളം പടം എനിക്ക് ഐ ഹാവ് നോ ക്ലൂ, ബട്ട് ക്രേസി. ഹോളിവുഡ് ഇത് ഹോളിവുഡ് എന്നല്ല, നമുക്ക് പുതിയ ഫുഡ് തുടങ്ങാം. നമുക്ക് മോളിവുഡ് ഹോളിവുഡ് ഒന്നുമല്ല, നമുക്ക് പുതിയ ഫുഡൊക്കെ തുറക്കാം. ഏത് അത്രയ്ക്ക് കൊള്ളാം. ഞാൻ ഒരു കാര്യം ചെയ്ത് എല്ലാം എന്ത് മൂടാണെന്നോ രണ്ടെണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് ഇത് എന്നും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതേ മൂടാണ്. മനസ്സിലായില്ലേ? എന്നും കണ്ടോണ്ടിരിക്കുക ഇറ്റ്സ് ക്രേസി. ഞാൻ ഇതും കൂടെ ഒരു തരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂഡ് മനസ്സിലാവുമല്ലോ. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ട് സംഭവം ഒന്നും വ്യക്തമായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും സസ്പെൻസ് ത്രില്ലർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിയേറ്റർ കത്തിക്ക് ഉറപ്പാണ്. വിഷ്വൽ എഫക്റ്റൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. വെറുതെ തള്ളി മറിക്കേണ്ട കാര്യമില്ല. പടം അത്ര അന്യായ പടമാണ്. സസ്പെൻസ് ഇതുവരെ ഇൻ്റർവെല്ലായിട്ടും സസ്പെൻസ് പൊളിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം വിഷ്വൽ എഫക്റ്റൊക്കെ അടിപൊളിയാണ്. പടം എടുത്തേക്കണ വൻ പൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. ലാലേട്ടൻ പൊളി, ഒരു രക്ഷയില്ല. പക്ഷേ ഇതിന് എടുത്ത് പറയാനുള്ള രാജുവേട്ടൻ്റെ ഡയറക്ഷനും അയാളുടെ ബ്രില്യൻസ് തലയാണ് സമ്മതിക്കേണ്ടത്. പൊളി ബാക്കി കണ്ടിട്ട് പറയാം. കേട്ടില്ല, അടിപൊളിയായിട്ടുണ്ട്. ആ ഹോളിവുഡ് ലെവലൊക്കെ തന്നെ കൊള്ളാം കേട്ടോ. ബാക്കി കണ്ടിട്ട് പറയാം. രാജ്യം തുടങ്ങി എന്താണെന്നുള്ളത് അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. ഹോളിവുഡ് എല്ലാവരും വന്നു തുടങ്ങിയായിരുന്നോ? ഇല്ല പകുതി ചെയ്തേ ഉള്ളൂ, ഇൻഡോനേഷ്യ ഉള്ളൂ ബാക്കിയല്ല.